ഗംഗാതരംഗരമണീയ ജടാകലാപം ശൃംഗാരരൂപനഗനം ഭുജകേന്ദ്രഭൂഷം സംഗീതനാട്യരസകേരുപഗീയമാനം മംഗല്യചാരുചരിതംഗിരിശം നമാമി. ഗോപിതൊട്ട തിരുനെറ്റി രാധയാം ഗോപിതൊട്ട കരപോരു സങ്കടം ഗോപിതൊട്ട മനം ഏവമെത്രയോ ഗോപിതൊട്ട ശിശു ഗോപനാശ്രയം. അവിദ്യാമൂലാശന്യേ വിദ്യാവയമൂർത്തെ സർവവിദ്യാസ്വരൂപിണ്യേ മുഖാംബായേ നമോ നമഃ. ജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാകയ ചക്ഷുരുന്മീലിതസ്മൈ ശ്രീ ഗുരവേ നമഃ. എവിടെയാണോ കിഴക്കോട്ട് ദർശനമായിരിക്കുന്നു പാർവതി സമേതനായിട്ട് ആ പരിവാരങ്ങളോടുകൂടി ഇരിക്കുന്നതായൊരു മഹാദേവ സ്വയംഭൂ 3000 വർഷം പഴക്കമുള്ളതായ ഒരു ക്ഷേത്രം. ഇവിടുന്ന് എന്തു തുടങ്ങിയാലും അവിടെ ആരും പരാജയപ്പെട്ടിട്ടില്ല. അതാണ് തലപ്പൂജ മഹാദേവൻ്റെ പ്രത്യേകത. ഒരേ പാത്രത്തിൽ തന്നെ ഭഗവതി സ്വീകരിക്കുന്നതായ അപൂർവ ക്ഷേത്രങ്ങളിൽ നിന്ന് ഇവിടെ തുടങ്ങിക്കോളൂ. ഇവിടെ അഴിച്ചുവാരൽ വൃത്തിയാക്കി തുടങ്ങിക്കോളൂ, അവിടെ പരാജയപ്പെട്ടിട്ടില്ല. ഇവിടെ വാസ്തുശാസ്ത്രം തുടങ്ങിക്കോളൂ, ഇവിടെ പരാജയപ്പെട്ടിട്ടില്ല. ഇവിടെ പൂവ് ഒരുക്കൽ തുടങ്ങിക്കോളൂ, പരാജയപ്പെട്ടില്ല. ഇവിടെ മാല കെട്ടൽ തുടങ്ങിക്കോളൂ, പരാജയപ്പെട്ടിട്ടില്ല. ഇവിടെ കലശപൂജ പഠിച്ചോളൂ, പരാജയപ്പെട്ടില്ല. ഇവിടെ ഗണപതിയോഗം പഠിച്ചോളൂ, പരാജയപ്പെട്ടില്ല. ഇവിടെ ശബരിമല പൂജ പഠിച്ചോളൂ, പരാജയപ്പെട്ടിട്ടില്ല. ഇവിടെ ഉത്സവബലി പഠിച്ചോളൂ, പരാജയപ്പെട്ടിട്ടില്ല. ഇവിടെ ശ്രീഭൂതബലി പഠിച്ചോളൂ, പരാജയപ്പെട്ടിട്ടില്ല. ഇവിടെ ചെടികൾ നട്ടുപിടിപ്പിച്ചോളൂ, പരാജയപ്പെട്ടിട്ടില്ല. ഇവിടെ നിന്ന് ഇലത്താളോ മേളോ നൃത്തമോ വാദ്യമോ ഇനി ശ്ലോകമോ എന്തു വേണമെങ്കിലും പഠിച്ചോളൂ. ഇനി പ്രഭാഷണ കല പഠിച്ചോളൂ. ഇവിടെ തുടങ്ങുന്നത് ഇവിടെ തന്നെ അവസാനിക്കുമെങ്കിലും എവിടെ തുടങ്ങുന്നു അവിടെ അവസാനിക്കും. അതാണ് മനുഷ്യൻ്റെ പ്രത്യേകത തന്നെയാണ്. എവിടെ തുടങ്ങുന്നു അവിടെ അവസാനിക്കണം. തുടങ്ങുന്നത് നമുക്കറിയാം. പ്രസൂതിമാരൻ്റെ സഹായത്തോടുകൂടി നേതാ വിപരീതാംഗതങ്കത ഭൂമിയിലേക്ക് പതിക്കുമ്പോൾ ഭഗവാനെ ഭയച്ചോളാമെന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടായ ഒരു ജീവൻ അവിടെ എന്ത് സംഭവിക്കുന്നു? അവിടെ ജീവൻ മായയിൽ പെട്ടുകൊണ്ടിരിക്കുന്നു. ഭഗവാനെ ഭയച്ചോളാം. അപ്പോൾ നമുക്കറിയാം കിരാത ബഭുഷനായിക്കൊണ്ട് കിരാത സ്വരൂപത്തിലും കൊണ്ട് കൊണ്ടിരിക്കുന്നതായ മഹാദേവൻ, പാർവതി സമേതനായ മഹാദേവൻ. അപ്പോൾ എവിടെയാണോ ലോകത്തിൽ ആദ്യമായിട്ട് നാട്യശാസ്ത്രം അരങ്ങേറിയതായ ഒരു നന്ദികേശ്വരൻ, ആ നന്ദികേശ്വരത്തിൻ്റെ പുറത്ത് അവിടെ ഇവിടെ ഉണ്ട്, നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് മണ്ഡപത്തിൽ. ആ നന്ദികേശ്വരത്തിൻ്റെ പുറത്ത് അയ്യൂണറിൽ കേവം അയ്യോച്ച് ഹയവരിട്ടിലാണ് ജപഞ്ഞ് ജഡദശ കവള ശപച്ചട കവയ ഷഡശര കല ഇത് അക്ഷരസമാമനായങ്ങൾ ആ ഭഗവാന്റെ ഡക്കയിൽ നിന്ന് ആദ്യം പുറപ്പെട്ടപ്പോൾ അക്ഷരാണാം അകാരോസ്മി. എല്ലാ ഈശ്വരന്മാരും എല്ലാ ദേവിമാരും എല്ലാ ദൈവ ചൈതന്യങ്ങളും അകാരം തന്നെയാണ്. അകാരങ്ങളുടെ സംയോഗമായ പ്രണവസ്വരൂപമാണ് ഈശ്വരൻ. പ്രണവസ്വരൂപമായ ഈശ്വരനെ നമുക്ക് എന്ത് ഉപാസിക്കാൻ, പ്രത്യക്ഷപ്പെടുത്താൻ, അല്ലെങ്കിൽ കൂടുതൽ ക്ലിഷ്ടമായ രീതിയിൽ സഗുണ രൂപത്തിൽ ഉണ്ടാക്കി തന്നിരിക്കുന്നു എന്നർത്ഥം. ഇതൊന്നുമില്ലാത്തതാണ്. ഈ 4 കയ്യും ഒക്കെ പിടിച്ച് ഈ പാമ്പും ഒക്കെ പിടിച്ച് കഴുത്തിൽ പാമ്പും ഒക്കെ പിടിച്ച് നൃത്തമാടുന്ന രീതി ഒന്നുമല്ല. അതൊക്കെ ആദ്യത്തെ ഭക്തിയുടെ സ്റ്റെപ്പാണ്. ഇതല്ലാതെ ഒരു ചൈതന്യമുണ്ട്. അതാണ് യഥാർത്ഥ നിവാര സുഖത്വനി ഭീതാഭാസ്യത്തിനുമാ തസ്യാം ശിഖായാ മധ്യേ പരമാത്മാവ് സഹരി സാക്ഷര പരമസ്വരാട്. സാക്ഷര പരമസ്വരാടായിരിക്കുന്ന യഥാർത്ഥ ഈശ്വരൻ. അത് നമ്മളെപ്പോലുള്ളവർക്ക് പ്രാപിക്കാൻ പറ്റില്ലാത്തത് കൊണ്ടാണ് സഗുണ ഉപാസനയിലൂടെ നമുക്ക് ഓരോ രൂപങ്ങൾ ഉണ്ടാക്കി വെച്ച് തന്നിരിക്കുന്നത്. ഭഗവതിയായിട്ടും കൃഷ്ണനായിട്ടും നമുക്കൊരു രൂപമില്ലാതെ പറ്റില്ല എന്ന്. അലങ്കാരപ്രിയോ വിഷ്ണു, അഭിഷേകപ്രിയോ രുദ്ര. സ്വയംഭൂ മഹാദേവ തലപ്പുഞ്ച മഹാദേവനെ നോക്കാം. ലോകത്തിലെ മഹാദേവ ക്ഷേത്രങ്ങൾ മുഴുവൻ നമുക്കറിയാം. ലോകത്തിലെ ഏറ്റവും വലിയ സുന്ദരനാരാ? ചിലർ പറയും കൃഷ്ണ, ചിലർ പറയും ദേവിയാണ്. അല്ല, ഏറ്റവും വലിയ സുന്ദരൻ മഹാദേവനാണ്. മഹാദേവന് മാത്രമേ സുന്ദരേശ്വരൻ എന്നൊരു പേരുള്ളൂ. ബാക്കി എല്ലാവർക്കും ഇങ്ങനെ അലങ്കാരമൊക്കെ കൊടുത്ത് മറിച്ച് വിളക്കൊക്കെ വെച്ച് ഗംഭീരമായിട്ടാണെങ്കിൽ മഹാദേവന് എന്തു വേണം? മഹാദേവനൊരു പിൻവിളക്ക്, മുന്നിൽ അവിടെ തിരുമുഖം ആയിക്കൊണ്ട് ചന്ദ്രക്കലയും വെള്ളിയുടെ മൂക്കും ഒരു കൂവളത്തിലെയും ഉണ്ടെങ്കിൽ ആരായി? സുന്ദരേശ്വരനായി. സുന്ദരേശ്വരൻ എന്നൊരു പട്ട് മഹാദേവന് മാത്രമേ ഉള്ളൂ എന്നർത്ഥം. കൃഷ്ണകദംബ മധുരുഹ്യ
അപ്പം കദംബവൃക്ഷത്തിൻ്റെ മുകളിൽ കയറി ഇരുന്ന് ഗോപികമാരെയൊക്കെ യഥാർത്ഥ ജ്ഞാനത്തെ കൊടുത്തപ്പോൾ അവിടുത്തെ നാണം മറിച്ചുകൊണ്ട്, ശരീരബോധം മറിച്ചുകൊണ്ട്, നാണം മറിച്ചുകൊണ്ട് സുന്ദരനായ കൃഷ്ണനും ഉപരിയായിട്ടുള്ളത് ആരാണ്? തലപ്പുഞ്ച മഹാദേവൻ തന്നെയാണ്. അപ്പം ഈ മഹാദേവനെ പ്രാർത്ഥിക്കുമ്പോൾ കിട്ടുന്ന കലകൾ, ഗുണങ്ങൾ, ഇതെല്ലാം എന്ത് ചെയ്യുന്നു? നമ്മളുടെ സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നു എന്നർത്ഥം. ആന്തരികവും ബാഹ്യവുമായ സൗന്ദര്യം വർദ്ധിക്കുമ്പോൾ അത് വേണ്ട എന്ന് പറഞ്ഞ് 16 അംശം മാത്രം സ്വീകരിച്ചുകൊണ്ട് തിരിച്ച് ലോകത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്നതായ ഒന്ന്, അതുപോലും ഞങ്ങൾക്ക് വേണ്ട. ഞങ്ങളെപ്പോലുള്ളവർക്ക് ഇതൊന്നും വേണ്ട. ലോകത്തിലെ കലകൾ മുഴുവനും, ലോകത്തിലെ സൗന്ദര്യങ്ങൾ മുഴുവനും, ലോകത്തിലെ എല്ലാ പൂജകളടക്കം എല്ലാം നമ്മളിലേക്ക് വരുമ്പോൾ നമ്മൾ പറയുന്നു അത് ലോക സേവനത്തിനായിട്ട് പ്രയോജനപ്പെടുത്തണം. അത് 16 അംശം സഹകരിച്ചുകൊണ്ട് ലോകത്തിലേക്ക് കൊടുക്കുമ്പോൾ മാത്രമേ മനുഷ്യജന്മം കൊണ്ട് പ്രയോജനമുള്ളൂ. തൂമ്പയുടെ സ്വഭാവമുള്ള പലരും ഉണ്ട്. എല്ലാം വലിച്ച് എനിക്ക് അത് സ്വാർത്ഥ താല്പര്യമാണ്. തൂമ്പ അതിനായിട്ട് കാണിച്ചു തരുന്നത്. തൂമ്പ ഇങ്ങനെ വലിച്ചെടുത്തു കഴിഞ്ഞാൽ എനിക്ക് എന്നുള്ളതായ. അപ്പം ലോകത്ത് നമ്മൾ കാണുന്ന ഏതൊരു വസ്തുവും, ഏത് ജീവിയും, എന്നെ ഇപ്പോൾ ഇടത്താലം പഠിപ്പിച്ചിരിക്കുന്ന നൂലേരി സുരേഷ് മാരാർ, അദ്ദേഹം ഇവിടെ വർഷങ്ങളായിട്ട് കലശത്തിന് അദ്ദേഹമാണ് കൊട്ടാൻ വരാറ്. ഇദ്ദേഹം കൂട്ടുകാരനാണ്. തിരുമേനി എന്ന് വിളിച്ചാൽ പോലും നമ്മൾ ആ സമയത്ത് അദ്ദേഹത്തെ എന്ത് ചെയ്യണം? അദ്ദേഹത്തെ ബഹുമാനമായിട്ട് കാണിക്കണം എന്നർത്ഥം. അത് കാണിക്കലല്ല, പരിപൂർണമായ ആത്മസമർപ്പണം നൂലേരി സുരേഷ് മാരാരുടെ പാദങ്ങളിൽ അർപ്പിച്ചപ്പോൾ കൃത്യം 1 വർഷം കൊണ്ട് നിരവധി ക്ഷേത്രങ്ങളിൽ, നിരവധി നമ്മളുടെ സ്വന്തമായ ചേരാനല്ലൂർ ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നതാണ്. ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന ശ്രീകാന്തി കീഴിലം വലിയ 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 മേളക്കാരുടെ കൂടെ മടി കൂടാതെ നമുക്ക് തുറന്ന് ഒരു കല അവതരിപ്പിക്കാൻ സാധിച്ചെങ്കിൽ സംശയമൊന്നുമില്ല അത് ധൈര്യത്തിൻ്റെ, തലപ്പുഞ്ച മഹാദേവൻ്റെ മാത്രം പേറ്റൻ്റാണെന്ന്. നമ്മൾ പേറ്റൻ്റ് പറയല്ലേ, അവിടുത്തെ മാത്രം അനുഗ്രഹമാണ്. അത് വേറെ ഒരു തേവർക്കും അവകാശപ്പെട്ടതല്ല എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടതാ നിരവധി കലാകാരന്മാരുടെ മുന്നിൽ നമസ്കരിക്കുന്നു. കാരണം ഒന്നും ആയിട്ടില്ല, ഒരറിവുമില്ല, ഒന്നിനെപ്പറ്റി അറിയില്ല, ഒന്നും പ്രാക്ടീസ് ചെയ്യാറുമില്ല, പ്രഭാഷണം പ്രാക്ടീസ് ചെയ്യാറില്ല. പ്രഭാഷണ കല ചിലർ പറയും, പ്രഭാഷണ കല ഇങ്ങനെ ഇരുന്ന് പഠിച്ച് അത് എഴുതി പഠിച്ച് പോയിൻ്റുകൾ എഴുതി വെച്ച് ഒന്നും ജീവിതത്തിൽ ഇന്ന് വരെ ബുക്ക് നോക്കി പ്രാക്ടീസ് ചെയ്തില്ല. ഗുരുമുഖത്ത് നിന്ന് പഠിക്കുന്നു. ഗുരുമുഖത്ത് നിന്ന് പഠിക്കുന്നതും പുസ്തകം നോക്കി പഠിക്കുന്നതും രണ്ടും വ്യത്യാസമാണ്. നിർബന്ധമായിട്ടും ആരായാലും, കൊച്ചുകുട്ടികൾ ആ മുതൽ ച വരെ എഴുതി തുടങ്ങുന്ന കുട്ടികളായാലും, തിരുവാതിര പഠിക്കുന്ന ആളും കഥകളി പഠിക്കുന്നവരായാലും അല്ലെങ്കിൽ നാരായണീയം പഠിക്കുന്നവരായാലും നിർബന്ധമായിട്ടും ഒരു അപേക്ഷയാണ് ഗുരുമുഖത്ത് നിന്നിനെ ഗുരു ശബ്ദത്തു അന്ധകാരസ്യ അരുശബ്ദസ്തു തന്നിരോഗ. ഗുരുമുഖത്ത് നിന്ന് തന്നെ പഠിച്ചേ മതിയാവൂ. പുസ്തകം ധാരാളം മേടിക്കാൻ കിട്ടും, പുസ്തകം വായിച്ചു പഠിക്കാൻ സംശയം ജീവിതത്തിൽ മാറില്ല. അതാണ് ഗുരുമുഖത്ത് നിന്ന് പഠിക്കുന്നതായ എല്ലാം. ഇന്നത്തെ എല്ലാ വാക്കുകളും സ്വന്തം എലത്താളത്തിൻ്റെ ഗുരുനാഥനായ ഞങ്ങളുടെ അയൽ ഗ്രാമവാസിയായ മഹാദേവൻ്റെയും അതുപോലെ തന്നെ നൂലേരി കൃഷ്ണൻ്റെയും ഗുരുവായൂരപ്പൻ്റെയും ഒക്കെ അവിടെ ധാരാളം വർഷം കൂട്ടുവായനയ്ക്ക് അവിടെ പോയതാണ്. അന്നൊക്കെ കുറച്ച് പ്രായം കുറവാണ്. അവിടെ ഒരുപാട് വർഷം ഒന്നിനുമല്ലാതെ 10 വയസ്സ് സ്വീകരിക്കാതെ അവിടെ ഭാഗവതാദി പുരാണങ്ങൾ വായിച്ചതായ സ്വന്തം ഗുരുനാഥനായ നൂലേരി സുരേഷ് മാരാർക്ക് സകലവിധ ആരോഗ്യ സൗഖ്യങ്ങളും മഹാദേവൻ തരട്ടെ. ഇതുപോലുള്ള ഗുരുനാഥന്മാരെ കണ്ടെത്താൻ സാധിക്കട്ടെ. അവർക്ക് വേണ്ടതായ ആത്മസമർപ്പണം എല്ലാവർക്കും ചെയ്യാൻ സാധിക്കട്ടെ.